ഗൈസ്, എന്തെല്ലാം സുഖല്ലേ? അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ ഒക്കെ ആലപ്പുഴ. അപ്പൊ എല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇത് സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ പ്ലാൻ എന്ന് വെച്ചാല് ഒരു ചലഞ്ചാ. നമ്മള് റീലെല്ലാം കണ്ട ഒരു സാധനം എടുക്കാൻ പോവാ. ഇത് റീലായിട്ടും വരും, ഇത് ഞാൻ പോസ്റ്റും ചെയ്യും. ഇത് കട്ടൊന്നും ഉണ്ടാവില്ല, ഇത് പ്രൂവ്മെന്റ് ഉണ്ടാവും. റീല് കട്ടായിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോവാന്ന്. സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നു. ഫുൾ ഫണ്ണായിരിക്കും. നിങ്ങൾക്ക് ചിരിച്ചു വരിക്കാം, അതാ നമ്മളെ വാക്ക്. അത് അത്രേ ഉള്ളൂ. ഈ എന്റെ യൂട്യൂബിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് കട്ട് ചെയ്യാണ്ട് സാധനം ഇടുക, അത്രേ ഉള്ളൂ. എഡിറ്റഡ് ഉണ്ടാവില്ല അധികം നമ്മള് ആൾക്കാരെ ഉമ്മമാരൊക്കെ കാണുന്നതൊക്കെ മനസ്സിലായത്. അപ്പൊ കട്ടുകൾ ഉണ്ടാവില്ല. ഓക്കെ, കട്ടുകളില്ലാണ്ട് നീറ്റ് സാധനം, കോമഡി സാധനം. അപ്പൊ ഇപ്പൊ ശരി, പോയിട്ട് അപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സാധനം വാങ്ങാൻ വേറെ ഒന്നല്ല, ഫുഡാണ്. ഫുഡിന്റെ ഉള്ള ഒരു പരിപാടിയാ അല്ലെ? ഫുഡിനെ കൊണ്ട് ഉള്ളൊരു കളിയാ, ചലഞ്ച്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ പറയണ്ട, ആ ചലഞ്ചിന്റെ പേരെനിക്ക് അറിയില്ല. ഫുഡ് ചലഞ്ച്. അപ്പൊ നമ്മള് ചെയ്യൊക്കെ ഓടിത്തീറ്റ, കാലിത്തീറ്റ, ഓടിട്ട് തിന്നുക, അങ്ങനത്തെ ഒരു സംഭവം കളി. ഇതിന് പേരൊന്നും ഇല്ല. നിങ്ങളൊരു പേര് ഇട്ടോ, നമ്മള് സാധനം വാങ്ങട്ടെ. എന്തെല്ലാം വാങ്ങുന്ന? ഫലാഫിൽ സാൻഡ്വിച്ച്, ഷവർമ്മ, കുറച്ച് ഫുഡ് വേണം. കുറച്ചധികം ഫുഡ് വേണം അല്ലെ? ഇവന്റെയൊക്കെ ഇത് അറിയണ്ടേ? ബോഡി ഷെയ്മിങ്. നമ്മള് വാങ്ങട്ടെ. പിന്നെ ഹിന്ദി, പിന്നെ മലയാളത്തിൽ സമയ പറഞ്ഞരാ. നമ്മൾ ആദ്യം അറബി സംസാരിച്ച്, പിന്നെ മൂപ്പർ ഹിന്ദി പറഞ്ഞു. അപ്പൊ നമ്മള് ഹിന്ദിയിൽ സംസാരിച്ച്, ലാസ്റ്റ് മലയാളിയാണോ ചോദിച്ചു. അതാ നിങ്ങളുടെ നാടെടിയാ? കൊണ്ടോട്ടിയാ? കൊണ്ടോട്ടിക്കാരൻ. ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്കെന്താ ഫസ്റ്റ് അറബി പറഞ്ഞ്, പിന്നെ നമ്മള് ഹിന്ദി പറഞ്ഞ്, പിന്നെ നോക്കുമ്പോൾ മലയാളത്തിൽ ഇങ്ങോട്ട് റിപ്ലൈ. കഷ്ടപ്പെട്ടിട്ട് ഇന്റെ ഓന്റെ അറബി കേട്ടിട്ട് മനസ്സിലായി. മധുരം വേണ്ട. ഇതെല്ലാം കുറക്കണ്ട, അതിന് മധുരം ഇല്ലാണ്ട് നിക്കണോ? പന്ത്രന്ന് പറഞ്ഞ എത്ര? നിങ്ങൾ കമന്റ് ചെയ്യും. ഒരു ലോഡ് ഇട്ട് 2 ഫലാഫിൽ, 2 ഷവർമ്മ, ഒരു അവക്കാഡോ പോരെ. അത്യാവശ്യം സാധനം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ചലഞ്ചിലേക്ക് എത്തൂലെന്ന് അജു പറയുന്നത്. ഇത് ഓൺലി ഇത് തുറക്കാൻ മാത്രമുള്ളതാണോ പറയുന്നത്? ഇതിനൊരു ബോഡി ഷേമിങ് അറിയോ? ഇതിനൊരു വിഷമാകുന്നുണ്ടോ? ഇല്ല ഗൈസ്, അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം. ആരാ കൂടുതൽ തിന്നുന്നത്? വിഷമൊന്നുമില്ല, ഞാൻ തിന്നിട്ട് കാണിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു നല്ല സ്പോട്ട് കണ്ടിട്ട് സംഭവം തുടങ്ങാനുള്ള ഇതാക്കണം അല്ലെ? സ്പോട്ട് കണ്ടുപിടിക്കണം. നല്ല വെയിലാ, നല്ല ചൂടാ. ഫോൺ എപ്പോ വേണമെങ്കിൽ ഓഫ് ആവും ചെയ്യും. ചിലപ്പോ ഈ വീഡിയോ ഉണ്ടാവില്ല. ഫോണ് ഫ്രിഡ്ജില് AC-നെ കൊണ്ടൊക്കെ വെച്ചിട്ടൊക്കെയാണ് തണുപ്പിക്കുന്നത്. അവസ്ഥ എടുത്ത ചൂട്. അപ്പൊ നമ്മള് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും വരാം. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങക്ക് പറയണം തോന്നി. ഇത് കണ്ട ഈ ഷർട്ട്? എടാ എന്റെ ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ, എന്റെ ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. വെയില്. ഓ, ഏതാ സിനിമാറ്റിക് ഷോട്ട്. അപ്പൊ ഇത് ടീഷർട്ട് ഇല്ലേ കേട്ടോ? ടീഷർട്ട് ഞങ്ങക്ക് ഒരു ആള് അയച്ചു തന്നെയാ. എന്റെ ഒരു വീഡിയോ കാണുന്ന ഒരാള് അയച്ചു തന്നെയാ. മീൻസ് എന്താ പറയാ, ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ അല്ലെ? നീ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ആളല്ലേ? നിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്തായിരിക്കും? ഞാൻ ഒരാൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ടീഷർട്ട് ഒരാൾ അയച്ചെന്ന് എന്തായിരിക്കും അവസ്ഥ? വളരെ സന്തോഷമായിരിക്കും. ഞാനെല്ലാം തുടങ്ങുന്ന വെച്ചാൽ പ്രൊമോഷനും മറ്റേ പൈസ കിട്ടണം അങ്ങനെ വിചാരിച്ച് തുടങ്ങിയതല്ല, ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാ. അപ്പൊ ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോൾ വളരെ ഹാപ്പി. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു, നീ അറിയാവോ? ഞാനൊരിക്കൽ ചായ പിടിക്കാൻ പോയി. ജിദ്ദേന്നാണേ. ചായ പിടിക്കാൻ പോയപ്പോ ഞാൻ ചായ സ്റ്റാൾ ഉണ്ടാവല്ലോ, ചായ ഓർഡർ ചെയ്യാം. എന്നിട്ട് ബാക്കിൽ ഇങ്ങോട്ട് പറഞ്ഞാ ഇല്ലല്ലോ, ബാക്കിൽ ഒരു ഉമ്മയുണ്ട്, 3 ആൾക്കാരുണ്ട്. കഥ. അപ്പൊ ചായ പിടിക്കുമ്പോ ബാക്കിൽ ഒരു ഉമ്മ, പിന്നെ 2 പെമ്പിള്ളേർ അങ്ങനെ നിൽക്കുക. ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അവർ സംസാരം വച്ചത്തില്ല, മലയാളികളാണ്.
പറ്റി സംസാരിക്കണ്ട്. ഇവിടെ ആ ഉമ്മയില്ലേ, ഉമ്മ പറയാ സിനാനല്ലേ കേക്ക് സിനാനല്ല, മറ്റേ വീടെടുക്കുന്ന സിനാനല്ലേ. ഞാനപ്പോ അവിടെ കേട്ടിട്ട് സിനാൻ തന്നെയാന്ന് പറഞ്ഞു സംസാരിച്ചു. ആ സിനാൻ തന്നെയാ. പക്ഷെ നമുക്ക് അന്നേരം താങ്ക് യൂന്ന് പറയാൻ പറ്റുന്നില്ല. ആ താങ്ക് യു അല്ല ആരാന്നറിയില്ല. അന്ന് പിന്നെ കുറച്ച് സംസാരിച്ചിന് ആ വീഡിയോ അന്ന് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്കൊന്നും തിരിയുന്നില്ല. അപ്പൊ അതെല്ലാം ആലോചിക്കുമ്പില്ലേ ബെസ്റ്റ് മൂമെന്റ് ഇൻ ദ ലൈഫ്. സെറ്റാണ്. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് കുറെ ആൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോഴുള്ള സന്തോഷം മെയിൻ എക്സാമ്പിൾ അത് അനക്കിട്ടിട്ട് ആരോ മെസ്സേജ് അയച്ച് എനിക്കാ മെസ്സേജ് അയച്ചത്. ഫാന്റെ കഷ്ടപ്പാട്. മെസ്സേജ് അയച്ച് എന്നിട്ട് അതൊന്നല്ല ഫേക്ക് അക്കൗണ്ട് ആക്കി. ആദ്യം നാട്ടിൽ നിന്ന് സാധനം അയക്കാനാ നോക്കിയേ. നാട്ടിൽ നിന്ന് സാധനം അയക്കാൻ നോക്കിയിട്ട് പോലും അത് എന്തെല്ലാം മുടങ്ങി. ഒരാളെ അയച്ചു കൊടുക്കാൻ നോക്കുമ്പോ അയാൾ എടുക്കാൻ പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു പല വയ്യും. ഡെഡിക്കേഷൻ ആണ്. ഡെഡിക്കേഷൻ സൂപ്പറാ. ഭയങ്കര ഡെഡിക്കേഷൻ. അവള് വിടുന്നില്ല. മീൻസ് ബാക്കപ്പ് ഫോളോയിങ് ഫുൾ. അതെങ്ങനെങ്കിലും ഒന്ന് കിട്ടുന്ന വരെ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനെ കൊണ്ടല്ലേ ഞാൻ ഹാപ്പി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ആസ് എ വീഡിയോ ഉണ്ടാക്കുന്ന ഒരാൾ വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആള് നമ്മള് പൈസക്കോ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടണോന്ന് വെച്ച് തുടങ്ങിയിട്ട് അല്ല. ഒരു ഹാപ്പിനെസ് കിട്ടൂല. ഞാനെല്ലാം തുടങ്ങിയെന്ന് വെച്ചാൽ ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാ. ഇത് കുറെ ഒക്കെ റിലേറ്റബിൾ ആവും. ഇങ്ങനെയുള്ള ഒരു സാധനം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഞാൻ ഇങ്ങനെ പറഞ്ഞറിയിക്കേണ്ട ഞങ്ങൾക്ക് അറിയില്ല. അത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആകെ അറിയുന്ന ഒരു വാക്ക് താങ്ക് യു എന്നാ. പറഞ്ഞറിയിക്കേണ്ടത് ഇന്ന് ട്രീറ്റ് അതിന്റെ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം എല്ലാരും ഡോക്യുമെന്റ് ചെയ്യാം. കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഒരു മെമ്മറീസ് ആയിട്ട് കാണാം. ഇപ്പൊ ഞാൻ എന്റെ പഴയ വീഡിയോസ് എല്ലാം കാണും വെറുതെ ഇരിക്കുമ്പോൾ. അന്നേരം കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതുപോലെ സെറ്റാണ്. അപ്പൊ എല്ലാരും പ്ലീസ് ക്രിയേറ്റിംഗ് എന്താ പറയാ, എല്ലാരും ഡോക്യുമെന്റ് ചെയ്യും. എന്തിനാ ഒരു ക്യാമറ എടുത്ത് ഇങ്ങനെ എടുത്താൽ പോലെ മെമ്മറി അല്ലേ. ബാക്കിയുള്ളവരും എന്ത് ചെയ്യാം. ഇപ്പൊ ഞാൻ നിൽക്ക് നോക്കിയേ ചുറ്റും വണ്ടിയും കാര്യങ്ങളാ. ഒരു മുരുമില്ല. അങ്ങ് എടുക്കലന്നെ അല്ലേ. അത്രേ ഉള്ളു. അപ്പൊ അങ്ങനെ എടുക്കുക, സംസാരിക്കുക, കൊണയടിക്കുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കയറി പോയിക്കോ. അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലെ ക്രിയേറ്റ് ചെയ്യട്ടാ. നമ്മുടെ ഫുഡ് ആയിട്ടുണ്ടാവില്ല. ഫുഡ് ആയിട്ടുണ്ടാവും. നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് കിട്ടിയിട്ട് വരാം. സാധനം വാങ്ങിയതാ കൊറേ ഉണ്ട്. ഇതെല്ലാം തിന്നു തീർക്കലാന്ന് ചാലഞ്ച്. ആരും ഫസ്റ്റ് തിന്നു തീർക്കുന്നത് അവർക്ക് ഫുൾ ഫുഡ്. ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി. ഇവ നാലെല്ലാം കഴിക്കൂ. കാണുന്ന പോലെ നല്ലാന്ന് പറയുന്നത്. നോക്കട്ടെ. ഹാപ്പിയാണ്. സാധനം വാങ്ങിയിട്ടുണ്ട്. സാധനം ഞാൻ കാണിച്ചു തരാം. എന്തെല്ലാം അപ്പൊ ഗൈസ് നമ്മളിതാ ലൊക്കേഷനിലെത്തി ഗൈസ്. ഓക്കെ, നല്ല തണലുള്ള സ്ഥലത്ത് കിട്ടി കേട്ടാ. ചുറ്റോടും മല, അപ്പുറത്തെ സൈഡ് തെച്ചും ബിൽഡിങ്. ഓ ഏതാ ട്രാൻസിഷൻ. ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോ മല ഒന്നുമില്ല. സെറ്റ് സെറ്റ് സെറ്റ്. നമ്മളിവിടെ സെറ്റ് ചെയ്യാം. പിക്കപ്പിന്റെ ബാക്ക് ഓർന്നിട്ടുണ്ട്. ഇവിടെ ഫ്രെയിം സെറ്റ് സൈഡില്ല. ഇവിടെ ഫോണിങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ ഫ്രെയിം. ഹായ് ഫോൺ കൈ തുറന്നെടുക്കട്ടെ. എന്ത് സ്റ്റെക്കായി. അവിടെ 2 മിനിറ്റ് നിക്കുവാ. എയറിൽ നിക്കണേ. ഹായ് എന്തെല്ലോ ആയിട്ടില്ല. എന്തെല്ലോ കാട്ടുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ റെഡി 1 2 3 അറിയാം. ഞാൻ സാധനം വെക്കട്ടെ. ഞാൻ പറയാം ഞാൻ റെഡി 1 2 3 പറയുമ്പോ സീൻ ഷോട്ട് റെഡി 1 2 3 പറയുമ്പോ നീ ഒപ്പരം നിക്ക്. ഞാൻ ആക്കിക്കോന്ന് പറയുമ്പോ ആക്കിക്കോട്ടാ. റെഡി 1 2 3 ആക്കിക്കോ. ശരി സെറ്റ് സെറ്റ്. ഇതാ സാധനം വെക്ക്. സാധനം അൺലോഡ്. പാക്കറ്റ് കളയണ്ട. പാക്കറ്റിന് ഉള്ളിലേക്കും വെക്കാൻ പറ്റും. വേറൊന്നുമില്ല. സാധനം നമ്മൾ എന്ന് തീർത്തി. ഈ തീർക്കും നമുക്ക് പേടി. ഞാൻ തിന്നത്തില്ല. ഇവനെയാണ് എനിക്ക് പേടി. ഇവന്റെ വലിപ്പം നോക്കണ്ട. ഇവനെ പേടിക്കുന്നു. ഇവിടെ എല്ലാരും പഠിക്കണം. എല്ലാം തോന്നുന്നു. ഇവിടെ വെള്ളം വാങ്ങിയില്ലല്ലോ. പിന്നെ ഇതിന്റെ കൊണ്ട് നിൽക്കുവാ ഫോണ്. നമുക്ക് എന്തെങ്കിലും ഊരിട്ട് വെക്കാലേ. ഇതെല്ലാം തുറക്കണോ? എല്ലാവരും തുറക്കണല്ലോ. തുറക്കണ്ട. ഇത് ഇങ്ങനെ തന്നെ വെക്ക്. എല്ലാം തുറക്കണോ? എന്നെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതെന്താ സാധനം ഷവർമ്മ എന്തെല്ലാം ഞാൻ പറഞ്ഞത്. എന്തെല്ലാം ഉള്ളത് ഞാൻ ഇപ്പം പറഞ്ഞേ. നീ അവിടെ തുടങ്ങിക്കോ. ഇവിടുന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടുത്തു. ഇത് അതോ ഇത് അവക്കാഡോ വിത്ത് ഹണി. നോ ഷുഗർ. ഓക്കെ, വിത്തൗട്ട് ഷുഗർ. ഹണി നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ ഇത് 2 ഫലാഫിൽ റോള്, 2 ഷവർമ്മ. ഇത് തുറന്നു വെച്ചോ.
ഇത് ഇതെന്തേനു ലോഡഡ് ഫ്രൈസ്. ഓ ഏതാ മോനെ മുഞ്ചി തെറ്റോക്കട്ടെ. ഇതിപ്പോ ചലഞ്ച് തുടങ്ങുന്നതിന് മുന്നേ സാധനം തീരും. അതാ സംഭവിക്കാൻ പോകുന്നുള്ളൂ, വേറൊന്നും സംഭവിക്കാൻ ഇത് ചാലഞ്ച് ഉണ്ടാവില്ല. എന്തോടെ സാധനം ഓടാൻ പാടില്ല. ഞാൻ ഒന്ന് ഫ്രെയിമെല്ലാം സെറ്റ് ആക്കിയിട്ട് വരാട്ടാ. എല്ലാരും കാണും, എല്ലാരും ഇരുന്ന് കാണണം. ഇത് കഷ്ടപ്പാടുണ്ട്. വെള്ളം തീർക്കല അതിന്റെ മുകളിൽ സ്റ്റാൻഡ് നമ്മളെ വെള്ളം പവർ ട്രൈപോഡൊന്നും ഇല്ല അതിനുള്ള. അത് വെക്കുക, പോർട്രേറ്റ് വെക്കാൻ വെക്കുക. അപ്പൊ നമ്മളെ ഫ്രെയിമെല്ലാം സെറ്റ് ആക്കിയിട്ട് വരുന്നട്ടാ. അപ്പൊ ഉപ്പ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഓടുന്ന സ്ഥലം ഒന്ന് തീരുമാനിക്കാം. കാരണം അജുക്ക് കുറെ സമയം കൊടുത്തില്ല, അജു ഫുള്ള് തിന്നു. ഈടം വരെ കുറച്ച് ഫുഡ് കഴിക്കും. ഇതുവരെ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ അറിയില്ലേ? ഇത്ര ഇത്ര മതിയടാ. അജു ഫുള്ള് തിന്നേ. ആ ഒരു സമയം കൊണ്ട് അജു ഫുള്ള് തിന്നു. തീറ്റ മത്സരം, ഓട്ടോ മത്സരം നീ നേരത്തെ പറഞ്ഞ പോലെ ട്രൈപോഡായി. എന്റെ ഫോൺ ഇങ്ങനെ കടത്തി വെക്കണം. ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പാ, യൂട്യൂബിലേക്കല്ലേ. നീ പോർട്രേറ്റ് എടുക്കുക റീലിന് വേണ്ടിട്ട്. നമ്മൾ സെറ്റ് ആക്കട്ടെ. എന്റെ ഓക്കെ. അപ്പൊ നമ്മള് തുടങ്ങാൻ കേട്ടാ. ഇതെങ്ങനെ കളി എങ്ങനെ അറിയാ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാല് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ആരാണോ കോമൺ ആയിട്ട് വരുന്നത് ആരാണോ മാറി നിൽക്കുന്നത്, തെറ്റിയല്ല മീൻസ് രണ്ടാളിൽ നിന്ന് മാറി അവരോടും. നമ്മക്കറിയില്ല, ഇന്ത്യ എന്റെ രാജ്യമാണ്. കിട്ടുവാ സെന്ററല്ലത് ഇങ്ങോട്ടേ തുടങ്ങാം. അപ്പൊ ഇതാര് നേരത്തെ പറഞ്ഞ പോലെ പൊക്കും പോരട്ടെ. എന്റെ രാജ്യമാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. തീർന്നോ? ഞാൻ പറഞ്ഞില്ല ഇവൻ തിന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. One, two, three, start. രണ്ട് ബാക്കി. One, two, three, start. അയ്യോ. One, two, three, start. ഇന്ന് ഞാൻ മൊത്തം തിന്നു തീർക്കും. One, two, three, start. നമ്മളതിന് ദ്രോഹമൊന്നുമില്ലേ? അയ്യോ ദ്രോ ഇല്ല. Two, three, start. മരണം കുഴഞ്ഞു കാണിച്ചു. കുറച്ച് മാറി നിന്ന് കാണൂല. 1 2 3 4 അവിടെയോ. എടാ ഷവർമ വിളിക്കട്ടോ, മെല്ലെ വേണം. എന്താടാ പോ മിജ്ജ് ഇത് തീരൂല. 1 2 3 start.
ഗൈസ് നമ്മൾ പയ്യെ തിന്നാ അവന്മാർ ഓടി വരുമ്പോ സമയം കുഴച്ചവന്മാര്. One, two, three, set. ഓടാ. മതിയാ. ബക്ക് ബക്ക്. റെക്കോർഡിംഗ് നോക്കട്ടെ ആദ്യം. നന്നായി നോക്ക് ജഗപ്പോ. ചത്ത് എടുക്കൂലേതാ. ഓ ഇതൊക്കെ കാണുന്ന കണക്കല്ല. വെരി ഹാർഡ് കാണുന്ന കാര്യം നമ്മളെ കൊണ്ട് ഓടിയിട്ട് തിന്നാൻ പറ്റൂല, ഇരുന്നിട്ട് തിന്നാൻ പറ്റൂ. അതാണ് ശ്വാസം മുട്ടുന്നത്. വെള്ളമില്ലാലോ. ആടാ കുറച്ചാടാ. ഓ മാൻ അവിടെ തലയെല്ലാം ചുറ്റുന്നു. അമ്മേ ഇവനക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് തോന്നുന്നു. ഇതൊക്കെ കാണുന്ന കണക്കല്ല. ഞാൻ ഓടിയിട്ട് മടുത്ത്. ഓ എന്റെ പൊന്നോ ഓടുക തിന്നാൻ നടക്കുന്നത് എന്നെ തിന്നാ. എന്റെ ഫോണാണെങ്കിൽ ഓണാക്കി ഉടനെ ഓഫായി. നല്ല ഫോൺ എടുത്ത് എറിയാഞ്ഞത് എനിക്ക് പറ്റുന്നില്ല. കുമ്മാനെ കാണണം. അതാ ബള്ളം എടുത്തോളാ. അത് നിന്റെ ഫോണിൽ സംഭവം നമ്മൾ കളി നിർത്തി. അതോടെ ഓൻ്റെ റീല് എടുക്കാൻ വെച്ച ഫോൺ റെക്കോർഡായിട്ടില്ല. നമ്മൾ ഇതിന് കട്ട് ചെയ്തിടുക. അമ്മാതിരി ചൂടാണ് ഗൈസ്. ഇതില് മുതലായത് കുറച്ച് വെനക്ക, അധികം വെനക്ക അല്ലേ. അത് എന്നെ കളിയാക്കി എനിക്ക് എന്നെ കിട്ടിയല്ല. അങ്ങനെ തന്നെ കുറച്ച് ഒരിക്ക അപ്പത്തേ കളി നിർത്തി. നമ്മള് കളി കഴിഞ്ഞാലും എന്താ ഫുള്ള് ഞാൻ തിന്നു. അളപ്പാവള ഇവര് ഓടി ഓടി കോയൻ എന്നിട്ട് ആ വീഡിയോയിൽ തിന്നാൻ പറ്റുന്നില്ല അവർക്ക്. അതാ എന്നിട്ടാ അക്ക ആസ്വദിച്ച് തിന്നാൻ പറ്റും. നമ്മള് കഥച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത്. കാണുന്ന കണക്ക് സിമ്പിൾ അല്ല ഇത്. കാണുന്ന പോലെ റീലെല്ലാം കാണാൻ റീലില് കാണാൻ സൂപ്പറാ. ഇത് എങ്ങനെയാ തിന്നുന്ന്. ഞാനേതോ ആഫ്രിക്കൻകാരെ വീഡിയോ കണ്ടേ. ഞാൻ മറ്റൊരു വൈഫും ഒരു ഹസ്ബൻഡും കൂടെ ഉള്ളതുണ്ട്. എന്റെ ഞാൻ ഒരു കാട്ടുന്ന ഓടുന്ന കണ്ടേ. ഞാൻ വെച്ചാൽ സിമ്പിള്. നമ്മള് ദൂരം കൂട്ടിയതാ. പിന്നെ ദൂരം കൂട്ടിപ്പോയോന്ന് ഡൗട്ട്. എന്നിട്ട് ഇവൻ പറയാ നമ്മൾ ഇത്രയും ഓടിയിട്ട് ആ ഓട്ടം പോരാ ഇനി ഓടണോ. ഞാൻ പറഞ്ഞ അപ്പുറം അപ്പുറം എപ്പോഴും അടുത്തയച്ച അപ്പത്തേക്ക് ഇവർക്ക് ഫുള്ള് നിന്ന് നിർത്താം. നാട്ടിൽ പോയിട്ട് വരാനുള്ള ദൂരം ഉണ്ട് 10 ഓടുമ്പോ. പൊരുതി നേടിയ വിജയം. പൊരുതി നേടിയ സംഭവം എനിക്ക് തൊള്ളഭാഗ്യം. അതിനങ്ങനെ പറയാൻ നമ്മള് തൊള്ളഭാഗ്യം. നമ്മളാട്ടിൽ അങ്ങനെയാ തൊള്ളഭാഗ്യം. എല്ലാവരും കിട്ടിയ ഇറങ്ങണ്ടേ. അല്ല എല്ലാവരും തോള. പക്ഷെ കളിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു തേനും നമ്മള് കോമ്പറ്റീഷൻ മൂഡിലാണ് കണ്ടേ. പക്ഷെ തീരുന്നേരം കളിക്കണമെന്ന് ആഗ്രഹം. തീരുന്നേരം കളിച്ചിനെങ്കിൽ നമ്മള് തീരുവരും. അങ്ങനെയായി. ഇങ്ങനത്തെ കളി വേണം. ഞാൻ ഇങ്ങോട്ടൊക്കെ സംസാരിക്കണ ഹെൽത്ത് ടീമിന് പ്രശ്നമില്ല. ഓണിക്കോടാൻ കഴിയില്ല. തിന്നിട്ട് ഇവനെ ഓടുമ്പോ എനിക്ക് പറ്റോ സെക്യൂർ ബൈക്ക് പറ്റോ 8 റൗണ്ട് 10 പ്രാവശ്യം അങ്ങോട്ട് പോയിട്ട് ഞാൻ പറ്റിയടാ. കിട്ടിയ ഓട്ടോ ആൻസർ ആരാ എല്ലാം പോയിട്ടേ ഉള്ളു. ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മള് ഷവർമയെല്ലാം തിന്നിട്ട് വരാട്ടാ. അപ്പൊ നിങ്ങള് വേറൊരു സാധനം കൂടി കണ്ടോ. വണ്ടി വലിച്ച് ഡാൻസ് കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതും കൂടി കണ്ടിട്ട് പാട്ടാ.
സെറ്റ് പുതിയതാ. നല്ല മുഞ്ചടാ. നോക്കിയാ ലൈറ്റ് നോക്കിയാ. മുന്തം തരാനല്ലേ. കണ്ണാടി മഞ്ഞ വെട്ടം മഞ്ഞ കണ്ണാടി നമ്മളിപ്പോ പോകുന്ന നമ്മൾ വാദി അൽബത്തൽ വെറുതെ തിന്നുന്ന മാത്രം എനിക്ക് ഓർമ്മ. വെള്ളം മേടിച്ചിട്ട് പോവാ. വെള്ളം വാങ്ങിക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു ബ്ലോഗ് ചെയ്യാൻ. അവന്റെ ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാം. നമ്മൾ ഈ ബക്കാലയിലാണ് വെള്ളം മേടിക്കാൻ വരുന്നത്. വെള്ളം കിട്ടി. ഇതാണ് വെള്ളം. എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഞാനെടുത്തപ്പോ തലതിരിഞ്ഞു പോയി. അത് നീ കട്ട് ചെയ്തിട്ട് തിരിച്ചാക്കണ്ടേ? കൂടെ ഞാനും. അപ്പൊ നമ്മള് എന്താ പറയാ, സണ്ണ് റൈസ് കണ്ണ് സെറ്റാണ്. വൈകുന്നേരം എന്റെ വ്ളോഗ് കട്ടില്ല വള്ളി. അപ്പൊ എന്നാല് നമുക്കിത് എന്തേനും അത് എല്ലാം പോയി. നമുക്കത് കണ്ടിട്ട് വരാം. അത് സൺസെറ്റ്. ഓക്കെ, ചാർജ് കുത്തട്ടെ കുറച്ച്, ഫോണിൽ ചാർജ് ഇല്ല. അപ്പൊ എങ്ങനെ അടിപൊളി വ്യൂ ആണ് മുത്തേ. സൺസെറ്റ് എന്ന് പറയുമ്പോ ഇതാ സൺസെറ്റ്. ഇവിടെ വരിക, ചായ ഒന്നും കിട്ടൂല, എന്നാലും വെറുതെ ഇരിക്കുക. മദീന വെച്ചും കാണും തോന്നല്ലേ ഇന്ന്, എല്ലാം കാണും തോന്നും. സൺസെറ്റ് ഇരിക്കാനും കൂടി സ്ഥലം. ഓറഞ്ച് സ്കൈ. ഞാൻ പറയുമ്പോ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ആയിക്കോട്ടെ. ഒച്ചത്തി പറ. ഓറഞ്ച് സ്കൈ. മഞ്ഞ കളറാണ് മൊത്തത്തിലുണ്ട്. ഒരു മഞ്ഞ ഓറഞ്ച് മിക്സഡ് ഫ്രൂട്ടി. എന്റെ മോനെ ഓക്കെ. 3x ഇട്ട് ഫ്രെയിം നോക്കടാ. വെറുതെ ആക്കാം. സൂപ്പർ അല്ലേ? സൂപ്പർ. നല്ല രസമുണ്ടാ. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല രസമുണ്ടാവും കാണാൻ. പറ്റുന്നുണ്ട്. ഞാനൊരു ഷോർട്ട് കാണിച്ചു സാധനം എടുത്ത് കാണിച്ചു തരണ. എന്റെ പണ്ടത്തെ സ്കില്ല് ഞാൻ എടുക്കട്ടെ ഓർത്ത്. അയ്യോ, ഒന്നുകൂടെ. കണ്ണായിട്ട ഏതാടാ ആ കുറ്റീനൊക്കെ മാറ്റിയ. തനിയാടിരുന്നോ? ഒന്നുകൂടി കണ്ണട പറയുമ്പോ ഓന്റെ തോളത്ത് കൈയിടുക. മീൻസ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് കാണിക്കൂലേ, ഇമോഷൻ. ആ സാധനം കേട്ടാ, അതിന് പറ്റിയ ഫ്രെയിമാ. മനസ്സിലെന്താ വേണ്ടറിയാ, ഇവനല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. ആ ഒരു അപ്പൊ പിടിച്ച് കരിയൊന്നും വേണ്ട. മനസ്സിലാതാ. ഓക്കെ, എങ്ങനെ ഇങ്ങനെ നോക്കണ്ട. ഓക്കെ, കണ്ടോ? സ്റ്റാർട്ട്. അവിടെ തന്നോ ഉമ്മ വെക്കുന്നയാ. ആടെ ഞാൻ പറ ഉമ്മ വെക്കാനല്ല. അല്ലേ നല്ല ഈച്ച. ജസ്റ്റ് ഒന്ന് ഇട്ടാ മതി. ഓക്കെ, അങ്ങനെ ചിരിച്ച് കളിക്കലും ചെയ്താ. ചിരിച്ച് കളിച്ചോണ്ടില്ല. തോൾത്തേട് ഷോൾഡർ കൈയിടാ. രണ്ടാളെ കൈ അടിച്ച ക്ലോസ് ചെയ്യോട്ട് ഒന്നുകൂടി. എന്നാ എന്തെങ്കിലും ചെയ്. അടിച്ചിട്ടാണോ? ആവണ്ടിട്ടാ. അടിക്കല്ലേ. തായ്ക്ക് നിക്ക് നല്ല കിട്ടും. ഇതാണല്ലേ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടാവും. ഫ്രെയിം അടിപൊളിയാ. അടാ ഇതില് BGM ഇടാ. ഇതില് മ്യൂസിക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ്.
ആംബുലൻസ് കാണുന്ന പോലത്തെ വേട് വേട് നല്ലൊരു ബീജിയം വ്യൂ. ഓക്കെ ഗൈസ്, പക്ഷെ ഫോണിൽ കിട്ടുന്ന കണ്ണിലുള്ള വ്യൂ ഭയങ്കര പിന്നെ ഫുള്ള് മഞ്ഞ കളറാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്നിട്ട് ഞാൻ പറയുമ്പോ ഒന്നുകൂടി തോളത്ത് ഇങ്ങനെ കൈയിട്ടാണ് പിന്നെ ഈച്ചനെ ഓടിക്കുക, അതാ പ്രശ്നം. ഗ്യാപ്പ് വന്നേ ഞാൻ കൈ മാറ്റാണ്. 1 2 3 സ്റ്റാർട്ട്. നൻപൻ ഏതുവാ നല്ല നൻപൻ? മതി, ഇത് ഞാൻ അടിച്ചൊന്നും ചെയ്യില്ല, വെറുതെ നിങ്ങള് കണ്ടോ. ഇവർക്ക് നെഗറ്റീവ് ഉള്ളൂ, നൻപന് കെട്ടാനുള്ളൂ. ഗൈസ്, ഇതുപോലത്തെ ചിരിക്കാനുള്ള റീല് കാണണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോ. റീലല്ല, വീഡിയോ വീഡിയോ അപ്ഗ്രേഡ് ആയി, ഫുള്ള് വ്ളോഗാണ്. റീലും വരും, പക്ഷെ റീൽ എഡിറ്റഡ്, ഇതിൽ എഡിറ്റ് ഉണ്ടാവില്ല. ഇതിൽ മ്യൂസിക്കൽ ഞാൻ തന്നെ ഇടും. ലാലാ അജ്നാസ് നാസറെ ഫോളോ ചെയ്യണേ. മൊത്തത്തിൽ പറ കേൾക്കൂല. അജ്നാസ് നാസർ ഫോളോ ചെയ്യണം. ഇവനൊരു യൂട്യൂബെല്ലാം തുടങ്ങിയിട്ടുണ്ട്, വർഷങ്ങളായി തുടങ്ങിയിട്ട്. അങ്ങനെയാ കാര്യങ്ങൾ. എന്റെ വീട് എടുത്തരുവാ, വീട് എടുത്തിട്ട് ഷാറുഖ് ഖാൻ കുണ്ടിൽ വീണ ഷാറുഖ് ഖാൻ. ഇല്ല ഞാൻ ഒന്നുകൂടി റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതെന്നാ പറക്കുന്നയാ ഡേയ് അഭിലാഷേ, ഷാറുഖ് ഖാനൊക്കെ പറഞ്ഞു പറക്ക. ഏതാണ് നൈസ് സൺസെറ്റ് വ്യൂ എല്ലാം കണ്ടേ നമ്മൾ കേട്ടാ. അടിപൊളി. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വാ ഇങ്ങോ വീഡിയോ നിർത്താലോ. വാ, നമ്മള് വീഡിയോ നിർത്തുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് എല്ലാം ആയിട്ട് പിന്നെയും വരും. കുറെ തമാശകൾ നിങ്ങൾ കുറെ ചിരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിരിച്ചിട്ടുണ്ടാവില്ലേ കമന്റേഴ്സ്? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തൊള്ള ഭാഗ്യമുള്ള ഇവനും തൊള്ള ഭാഗ്യമില്ലാത്ത ഇവനും കുറച്ച് ഭാഗ്യമുള്ള അപ്പൊ ഇതുപോലത്തെ അടിപൊളി നല്ല ചിരിക്കാനുണ്ടാവും എന്തായാലും. നിങ്ങൾ ചിരിച്ചില്ല, നമ്മള് നല്ല ചിരിച്ചു, നല്ല ചിരിച്ചു, നല്ലൊരു വെള്ളിയാഴ്ച ഇതുപോലെ തീർന്ന്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച ആയിട്ട് വരും. അപ്പൊ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ എല്ലാം ചെയ്തു വെച്ചേക്കാം. അപ്പൊ ഞാൻ പറയാൻ പഠിച്ചിട്ടില്ല, ഞാനെന്തെങ്കിലും പറയണ്ട. നന്ദി. അപ്പൊ നമസ്കാരം. നമ്മള് ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് അടിപൊളിയായിട്ട് പിന്നെയും വരും. ഓക്കെ, കുറച്ച് ഈച്ചുണ്ട് അധികം, അതുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വരുന്നവരേക്ക് ബൈ. ബ്ലൂപ്പ് അടിക്കണം 3 നാളൊപ്പരം. റെഡി 1 2 3 സ്റ്റാർട്ട്.